ഒരു ദിവസം ഇന്ത്യയിൽ എത്ര ക്രൂഡ് ഓയിൽ ആവശ്യമുണ്ട്? നമുക്ക് ഒരു ബാരലിന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന LPG 3 to 4 kg ആണ്. അപ്പൊ നമ്മളിപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് 14.2 kg ആണ്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്താ സംഭവിക്കുക? അയ്യോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുറെ കപ്പലുകൾ ഈ ലക്ഷക്കണക്കിന് ബാരൽസ് ക്രൂഡ് നിറച്ചിട്ട് കപ്പലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ എന്തുകൊണ്ടാണ് LPGക്ക് വില കൂടുന്നത്? ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വില കൂടുന്നതെന്നും LPGന്റെ ക്ഷാമം എന്തുകൊണ്ടാണ് നേരിടുന്നതെന്നും അമേരിക്ക എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു മാസത്തെ അപ്രൂവൽ കൊടുത്തതെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇന്ത്യയിൽ എത്ര ക്രൂഡ് ഓയിൽ ആവശ്യമുണ്ട്? ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ 3rd ലാർജസ്റ്റ് കൺസ്യൂമേഴ്സ് ആണ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ. ഇപ്പം അമേരിക്ക, ചൈന, അത് കഴിഞ്ഞാൽ ഇന്ത്യ ആണ് ക്രൂഡ് ഓയിൽ കൺസ്യൂമേഴ്സിൽ ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം കണക്ക് പ്രകാരം 40 മുതൽ 50 ലക്ഷം ബാരൽസ് ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട് പെർ ഡേ. അതിൽ 85% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ റഷ്യ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള 15%? ബാക്കിയുള്ള 15% നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അറേബ്യൻ സീലിലെ ഓഫ് ഷോർ നോക്കുകയാണെങ്കിൽ അറേബ്യൻ സീലിലെ മുംബൈ ഹൈ ഉണ്ട്. അതേപോലെ തന്നെ ഓൺ ഷോർ മീൻസ് കരയിലുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആസാം, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഡ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 15%. ഓക്കെ. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വരെ നമ്മളൊരു ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള സാധനം വാങ്ങരുത്. അതേപോലെ തന്നെ ഇപ്പം UAE-യും സൗദി അറേബ്യയെല്ലാം ഒരു $90-110 പെർ ബാരൽ വാങ്ങുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്ക് റഷ്യൻ ക്രൂഡ് കിട്ടുന്നത് ഒരു 55 മുതൽ ഒരു 70 വരെയുള്ള ഡോളറിന്റെ റേറ്റിലാണ് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്നത്. ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ റഷ്യൻ ക്രൂഡ് വാങ്ങണം. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് എത്തുമ്പോഴുള്ള എമൗണ്ട് ആണോ? എന്തുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ നമ്മൾ ഇന്ത്യയിൽ എത്തുമ്പോഴുള്ള റേറ്റ് ആണോ? അല്ല, ഒരിക്കലും. നമ്മളിപ്പം ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ ഡെലിവറി ചെയ്യുന്ന സമയത്തുള്ള പ്രൈസ് എന്നാണ്. ഇത് FOB എന്ന് പറയും, ഫ്രീ ഓൺ ബോർഡ്. നമ്മള് സെല്ലർ ഉണ്ടല്ലോ, ഇപ്പൊ റഷ്യാണ് സെല്ലർ. ആ സെല്ലർ കൊടുക്കുന്ന കാർഗോ എന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പിൽ എത്തിക്കുന്നവരെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഈ പെർ ബാരലിന്റെ റേറ്റ് വരുന്നത്. അതിനുശേഷം ലോഡിംഗ് കോസ്റ്റ് വരും, ഫ്രൈറ്റ് ചാർജസ് വരും, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, പിന്നെ ഇൻഷുറൻസ്, പോർട്ട് ചാർജസ് എല്ലാം അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ പ്രത്യേകിച്ചും കടൽ വഴിയാണ്. കടൽ വഴി എന്ന് പറയുമ്പോഴും ഇത് വലിപ്പമുള്ള ടാങ്കർ ഉണ്ട്, ഈ ഓയിൽ ടാങ്കേഴ്സ്, അതിലാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതില് പല സൈസിലുള്ള കപ്പലുകളുണ്ട്. കപ്പൽ എന്ന് പറയുമ്പോൾ ULCC, VLCC, സൂയസ് മാക്സ്, അഫ്രാമാക്സ്, അതൊക്കെ പറ്റും. ഇപ്പം VLCC-ലാണെങ്കിൽ 10 ലക്ഷം 20 ലക്ഷം ബാരൽസ് ഉള്ളതാണ് ഒരു ടൈം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഏത് വഴിയൊക്കെയാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് കടൽ വഴി എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഉണ്ട്, സ്ട്രേറ്റ് ഓഫ് മലാക്ക, അതേപോലെ തന്നെ സൂയസ് കനാൽ. സൂയസ് കനാലിലും ഒരു സമയത്ത് ക്ലോസ് ആകുന്ന സമയത്ത് കണ്ടതല്ലേ, ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ ഭയങ്കരമായിട്ട് എണ്ണ കുറിച്ച് പാഞ്ഞു. ഓക്കെ. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്താ സംഭവിക്കുക? അയ്യോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗ്ലോബൽ എക്കണോമിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അത്. കാരണം എന്താ പറയുക, നമ്മൾ ഗ്ലോബലി നമ്മൾ സപ്ലൈ ചെയ്യുന്ന എണ്ണയുടെ 20% സപ്ലൈ ചെയ്യുന്നത് ഈ UAE ആ സൈഡിൽ നിന്ന് വരുന്ന എണ്ണയാണ്. അത് വരുന്നതോ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴി. അപ്പൊ അത് അടച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ എക്കണോമിനെ തന്നെ ബാധിക്കും. കാരണം ടോട്ടൽ സപ്ലൈന്റെ 20% മീൻസ് ആ വഴി വരുന്നത്. അതൊന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മൊത്തം റേറ്റ് ഭയങ്കര ഹൈ ആയിട്ട് പോകും. ഓക്കെ. ഈ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ എന്തുകൊണ്ടാണ് LPGക്ക് വില കൂടുന്നത്? LPG നമ്മൾ ഈ ക്രൂഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. ഇതിനെ പോലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും, ഈ ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇപ്പം ഒരു ക്രൂഡ് ഓയിലിന്റെ ഇത് പല ബോയിലിംഗ് പോയിന്റിൽ ബോയിൽ ചെയ്തിട്ടാണ് ഈ ക്രൂഡ് ഓയിലിന് നമ്മൾ ഇതെടുക്കുന്നത്. ഗ്യാസ് മാത്രമല്ല, ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഡീസൽ ഓയിൽ വരും, ഏവിയേഷൻ ഫ്യൂൽ വരും, പെട്രോൾ വരും, LPG വരും, പിന്നെ പെട്രോ കെമിക്കൽസ്. ഇതെല്ലാം ക്രൂഡ് ഓയിലിന്റെ പ്രൊഡക്ടിവിറ്റിയാണ്, പ്രൊഡക്ഷൻ ആണ്. അപ്പം അതിൽ നിന്നാണ് ഈ ഗ്യാസ് LPG പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ടാണ് ഈ വില കൂടുന്നത് സ്വാഭാവികമാണ്. സ്വാഭാവികമായിട്ടും. നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിൽ പെട്രോളോ ഡീസലോ ഗ്യാസോ ജീവിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ ആനുകാലികമായിട്ട് നമുക്ക് ഗ്യാസിന്റെ ഒരു പ്രശ്നം നമ്മൾ അറിയുന്നതാണ്, ഹോട്ടലിലെ നിയന്ത്രണം. ഇതൊക്കെ ഒരു പക്ഷേ ഈ ഒരു നിയന്ത്രണം വന്നുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിലൊരു കാര്യം പിന്നെ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ബാരൽ എന്ന് പറയുമ്പോൾ 159 ലിറ്റർ അങ്ങനെയാണ് ഒരു ബാരലിന്റെ ഒരു കണക്ക് വരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന LPG ഉണ്ടല്ലോ. LPG നമ്മളിപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നു LPG ആണ് തോന്നുന്നു. എന്താന്ന് വെച്ചാല് നമ്മളെ ഈ 2016 ഈ ഗവൺമെന്റ് ഒരു എന്താ PM ഉജ്ജ്വല യോജന അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു. അപ്പം ഈ ഗ്രാമത്തിലെന്ന് വെച്ചാല് ഈ വിറകടുപ്പും ഇതെല്ലാം മാക്സിമം സ്റ്റോപ്പായി. 30 കോടി ആൾക്കാർക്ക് ഗ്യാസ് കണക്ഷൻ മീൻസ് പ്രസന്റ്ലി ഉണ്ടെന്നാണ് നമ്മുടെ ഗൂഗിളിലും മറ്റേതെല്ലാം കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കൺസ്യൂമേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് ഒരു ബാരലിന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന LPG 3 to 4 kg ആണ്. 3 to 4 kg. അപ്പൊ നമ്മളിപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് 14.2 kg ആണ്. അപ്പൊ അതിന് തന്നെ എത്ര ഒരു 4-5 ബാരല് ക്രൂഡ് ഇത്രയും ഇത് യൂസ് ചെയ്യുന്നത്. ക്രൂഡിന്റെ ഇത് ലഭ്യത കുറവ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മളെ LPG കൂടുതൽ ബാധിക്കും. അപ്പൊ അതൊന്നും, അത് കൂടാതെ ഈ വില കൂടുതലിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിൽ ഈ പെട്രോ കെമിക്കൽസ് ഉണ്ടല്ലോ. പെട്രോ കെമിക്കൽസ് എന്നാണ് നമ്മൾ ഈ ജനറൽ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്, ഈവൻ നമ്മളെ മെഡിസിന്റെ ആ കോട്ടിംഗ് ഉണ്ടല്ലോ, ക്യാപ്സൂൾ കോട്ടിങ്സ്, അത്, ലിപ്സ്റ്റിക്, പിന്നെ ടൂത്ത് ബ്രഷ്, ചില ടൂത്ത് പേസ്റ്റ്, പിന്നെ പ്ലാസ്റ്റിക് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുപോലെ ഡിറ്റർജന്റ്, പിന്നെ പെയിന്റ്, എമൽസിഫയർ, മറ്റൊന്നുമില്ല, തിന്നർ, എല്ലാം ഇത് പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. ഇതെല്ലാം ഈ ഒരു ക്രൂഡിന്റെ ഇത് നിലക്കുന്നതോട് കൂടിയിട്ട് ഇതിന്റെ ഒക്കെ വില കയറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ പോലും മീൻസ് ഇത് ഓൾറെഡി എഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് കൂടുതൽ എഫക്ട് ആവാനേ വഴിയുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് സ്വാഭാവികമായിട്ട് വാറെല്ലാം ഹോർമോൺസ് എല്ലാം ഓപ്പൺ ആയി വാറെല്ലാം കുറഞ്ഞിട്ട് നോർമലാണെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു അടുത്ത് നമ്മൾ കേട്ടാണ് നമ്മുടെ ഇന്ത്യക്ക് അമേരിക്കൻ അനുമതി കിട്ടി റഷ്യൻ കാർഗോയിൽ ഒരു മാസത്തേക്ക് നമുക്ക് ഇതെന്താ സംഭവം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ന്യൂസിലെല്ലാം കണ്ടതല്ലോ, കുറെ ഒരു ഫൈറ്റിംഗ് ഓടി നമ്മുടെ ചാനൽ ചർച്ചകളെല്ലാം കണ്ടു. ഈ റഷ്യന്ന് മറ്റേ എണ്ണ വാങ്ങുന്നതിന് അമേരിക്കയുടെ അനുമതി വേണമെന്നുള്ളത് ഇതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ മെയിൻ എന്താണെന്ന് അറിയാം, നമ്മുടെ ഈ 2022 ഉക്രൈൻ റഷ്യ വാർ നടക്കുന്ന സമയത്ത് പിന്നെ G7 കൺട്രീസും ഇവരെല്ലാം ഒരു ഉപരോധം ഏർപ്പെടുത്തി റഷ്യൻകാർക്കും. ഈ $60 അതിനൊരു വില നിശ്ചയിച്ചു അവർ, ക്രൂഡിന്, റഷ്യൻ ക്രൂഡിന് ഇവരെന്താക്കിയെന്ന് വെച്ചാൽ ഒരു വില നിശ്ചയിച്ചു. $60 കുറഞ്ഞിട്ട് കാർഗോ ക്രൂഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവരെ മെയിൻ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസ് ലൈക്ക് P&I പോലുള്ള ഇൻഷുറൻസ് കമ്പനീസ് അവര് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യൂ. അപ്പൊ $60 കൂടി കഴിഞ്ഞാൽ അവർ ഇൻഷുറൻസ് കൊടുക്കൂല. അപ്പൊ ഈ ഇൻഷുറൻസ് ഇല്ലാതെ ഇവർക്ക് കപ്പല് യൂറോപ്യൻ പോർട്സിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇവരെന്താന്ന് വെച്ചാൽ ഈ $60 തന്നെ താഴെ സപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ വാങ്ങാൻ പറ്റൂല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കപ്പലിന്റെ കമ്പനീസ്. പിന്നെ ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ $60 3 ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, $60 കുറഞ്ഞു കഴിഞ്ഞിട്ട് മീൻസ് കൂടി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. ഷിപ്പിംഗ് കമ്പനീസ് കപ്പൽ വിട്ട് കൊടുക്കൂല ഇത് ഓടാൻ വേണ്ടിട്ട്. എന്താ വെച്ചാൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടൂല്ലോ. അങ്ങനെ കപ്പൽ കമ്പനികൾ ബാക്ക് അടിക്കാൻ തുടങ്ങി. പിന്നെയുള്ളത് ട്രാൻസാക്ഷൻ നടക്കാനുള്ള ബാങ്ക് ഫെസിലിറ്റി ഉണ്ടല്ലോ, അതും കൊടുക്കുന്നില്ല. ഈ $60 കൂടി കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാവുന്നു. അപ്പൊ ചില സമയത്ത് ഈ ഇന്ത്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിൽ റഷ്യ അപ്പോഴും ഓയിൽ കൊടുക്കുന്നത്. കുറച്ച് കൂട്ടിക്കഴിഞ്ഞിട്ട് വേറെ രാജ്യത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറെ കപ്പലുകൾ ഈ ലക്ഷക്കണക്കിന് ബാരൽസ് ക്രൂഡ് നിറച്ചിട്ട് കപ്പലിൽ ഇങ്ങനെ കിടക്കുകയാണ്, സ്റ്റാഗ്നന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ ഈ കപ്പലൊക്കെ അങ്ങനെ കിടക്കുക കടലിൽ, എത്രയോ ലക്ഷക്കണക്കിന് ബാരൽസ് ഇങ്ങനെ നിറച്ചിട്ട്. അപ്പൊ ഇന്ത്യയോട് അമേരിക്ക എന്താ ചെയ്തെന്ന് പറഞ്ഞാല്, ഓക്കെ ഈ സാങ്ഷൻ ഉണ്ടെങ്കിലും ഈ ചില മീൻസ് P&I പോലുള്ള ഇൻഷുറൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മാസം ഒരു കാര്യം ചെയ്തോ, ഇന്ത്യ ഈ എണ്ണയെല്ലാം എടുത്തിട്ട് റിഫൈൻ ചെയ്തിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇറക്കി. അപ്പൊ എന്താ വെച്ചാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ എക്കണോമിനെല്ലാം കുറച്ചൊന്ന് റിലാക്സ് ആവും, ഓയിലിന്റെ ഫ്ലോ കൂടുമല്ലോ, ഈ കപ്പലൊക്കെ കാര്യം എല്ലാവരും. അപ്പം 2 കാര്യമുണ്ട്. ഒന്നാമത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഈ എണ്ണയുടെ ഫ്ലോ കൂടിയത് കൊണ്ട് മീൻസ് ഒരു ലെവലാവും. അപ്പം എക്കണോമിയെല്ലാം ഒന്ന് സ്റ്റേബിൾ ആവും മീൻസ് കുറച്ചെങ്കിലും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് നല്ലൊരു ഇതാണ് മീൻസ് ബെനിഫിറ്റ് ആണ് ഈ ഒരു ബിസിനസിനും. എന്താ വെച്ചാൽ റിഫൈനറി ഒക്കെ വർക്ക് ചെയ്യും, ഇന്ത്യയിലേക്ക് കുറെ ബിസിനസ് വരും, കൂടുതൽ പ്ലാന്റ് ഇൻക്രീസ് ആവും.
അതും കൂടി ആ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. ഇത് ഒരു മാസത്തേക്കാണോ? ഒരു മാസത്തേക്ക് 30 ദിവസത്തേക്കാണ് ഈ എന്തുകൊണ്ട് ഈ ഒരു 1 മന്ത് ഗ്രേസ് പീരീഡ് കൊടുക്കുന്നത്? 1 മന്ത് വെച്ചാൽ ആ സമയത്തേക്ക് ഇതെല്ലാം ഒന്നൊരു നോർമലൈസ് ആവുമായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ സ്റ്റേറ്റ് ഓഫ് ഹോർമോൺസ് ഇപ്പം റിലീസ് ആക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മാസത്തെ ഇത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ ഈ കെട്ടിക്കിടക്കുന്ന കാർബൺ റിലീഫ് ആകുമായിരിക്കും. ഇതിൽ മർച്ചന്റ് നേവിക്കാരുടെ പങ്കെന്താണ്? അയ്യോ, മർച്ചന്റ് നേവിക്കാരെ പങ്കെന്ന് വെച്ചാല് നമ്മൾ കോവിഡ് സമയത്ത് തന്നെ കണ്ടതല്ലേ. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് എനിക്ക് തോന്നുന്നത് ഈ ഹെൽത്ത് വർക്കേഴ്സും അതുകൂടാതെ മർച്ചന്റ് നേവിക്കാരും. ഈ മർച്ചന്റ് നേവിക്കാര് ഈ 6 മാസം 8 മാസം കോൺട്രാക്ട് കൊണ്ടാണ് കപ്പലിലോട്ട് പോകുന്നത്. അപ്പൊ കപ്പലിലോട്ട് പോകുന്ന സമയത്തുണ്ടല്ലോ 8 മാസം കോൺട്രാക്ട് കൊണ്ട് പോയ ഒരാള് സൈൻ ഓഫ് ഇല്ല. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് സീമന്മാര് കപ്പലുകാര് മരിച്ചതിന് ശേഷം ഡെഡ് ബോഡി പോലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഗവൺമെന്റ് ഒക്കെ നമുക്കൊരു പേര് തന്നിട്ടുണ്ട്, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് ആൾക്കാർ അൺസങ് ഹീറോസ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ ഒരു പുകഴ്ത്തലുണ്ട്. പക്ഷെ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഇതുവരെ കിട്ടിയില്ല. കാരണം അതേപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ ഈ വാർ സോൺ വന്നു. വാർ സോൺ വരുന്ന സമയത്ത് ഇപ്പം ഹോർമോസ് കടലെടുപ്പിലും അതേപോലെ തന്നെ ഒമാൻ കടലിന്റെ സൈഡില്, പിന്നെ നേരത്തെ ഈ ഹൂതീസിന്റെ ആക്രമണം ഉണ്ടായ സമയത്ത് റെഡ് സീയും ആ സൈഡിലുള്ള ഒരു ഇത്. അപ്പൊ എപ്പോഴും മർച്ചന്റ് നേവിക്കാർ ഏറ്റവും കൂടുതൽ ഇതിൽ എനിക്ക് തോന്നുന്നു തല്ലുപൊളികൾ. പക്ഷെ ഇതിനനുസരിച്ചിട്ട് ഒരു ഫെസിലിറ്റി ഇവർക്ക് മീൻസ് ഒരു പ്രയോറിറ്റി ഇവർക്ക് കിട്ടുന്നില്ല. ഈ ഒരു പേരല്ലാതെ ഫ്രണ്ട് ലൈൻ വർക്കർ എന്നുള്ള പേരല്ലാതെ പല ആൾക്കാരും ഈ കോവിഡിന്റെ സമയത്ത് 18 മാസം 19 മാസങ്ങളാണ് കപ്പലിൽ സ്ട്രഗിൾ ചെയ്തത്. കരയിലൊന്നും കാല് കുത്താൻ പോലും പറ്റാതെ ഉണ്ടല്ലോ ഈ കടലിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അത് ചില സമയത്ത് ഈ വാർ സോൺ, ചില സമയത്ത് ഈ റഫ് സീ, അതുപോലുള്ള സമയത്തല്ലോ റഫ് സീ ഉണ്ടാകുമ്പോൾ ഒരു സൈഡിൽ ഈ പൈററ്റ്സിന്റെ അറ്റാക്ക്, പിന്നെ ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ഈ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്തത് ഈ ഭക്ഷണം മീൻസ് ഒന്നും ഇൻ ആൻഡ് ഔട്ട് ഒന്നും ഇല്ലല്ലോ. അതേ പോർട്ടിലേക്ക് നമുക്ക് അപ്രോച്ച് അതേപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും പല പോർട്ടിലും മാറായ കാരണം നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല പോർട്ടിലോട്. കപ്പൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ ഇപ്പം ചില ആൾക്കാർ ഇപ്പം 6 മാസം 9 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, ഇറങ്ങാൻ പറ്റില്ല, ഫ്ലൈറ്റ് ഇല്ല, പെട്ടു. അപ്പം എനിക്ക് തോന്നുന്നു മാക്സിമം ഇത് ഹെൽത്ത് വർക്കേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് സീ വർക്കേഴ്സ് ആണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ എവിടെയും പേര് നമ്മളെ പരാമർശിക്കപ്പെടുന്ന പോലും. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു കൂടുതൽ ഫെസിലിറ്റിയും ഇതൊക്കെ കൊടുക്കേണ്ട ഒരു സമയമായി തോന്നുന്നു, അതിക്രമിച്ചെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ അറിവുകളായിരുന്നു, പുതിയ പുതിയ അറിവുകളായിരുന്നു. കുറെ വർഷത്തെ പരിചയം ഞാനും മനോജും തമ്മിലുണ്ട്. എന്നിരുന്നാലും കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക. ശരിക്കും പറഞ്ഞാല് നമ്മളെ ഒരു കണ്ടു നനയിരിക്കുന്ന രീതിയിലാണ് ഒരു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ ഒരു ഫാമിലിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് മനസ്സിലാവാവുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് വിവരങ്ങൾ നമുക്ക് എനിക്ക് പറഞ്ഞ ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമെന്ന്, ലൈഫിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മനോജിന് നന്ദി പറയുന്നു. അദ്ദേഹം ഒരു യൂട്യൂബർ കൂടിയാണ്. യൂട്യൂബിലെ ലിങ്ക് താഴെ ഷെയർ ചെയ്യാം. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നമ്മളെ എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.